വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു സ്റ്റോറി പറയാനായിട്ടാണ് വന്നത്. വേറൊരു സ്റ്റോറിയല്ല, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ സ്റ്റോറി. ഈ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ടുള്ളൊരു കുഞ്ഞു സ്റ്റോറി പറയാനായിട്ടൊരു കുഞ്ഞു സ്റ്റോറി. അപ്പോൾ ഞാൻ പറയാം. അപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഫെബ്രുവരി 23-ക്കാണ്. ഫെബ്രുവരി 23-നാണ് ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയത്. ഫെബ്രുവരി 27-ാം തൊട്ടാണ് വീഡിയോ അല്ല റീൽസ് ഇട്ട് തുടങ്ങിയത്. അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും, ഞാൻ ഇട്ട വീഡിയോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ ഞാൻ ഇട്ട റീല്, എൻ്റെ ഫസ്റ്റ് റീൽ എന്ന് പറയുന്നത് ശിവരാത്രിയുടെ ഒരു ഇതാണ്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അങ്ങനെ എന്തൊക്കെയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നെയിം ആർട്ട് ചെയ്തു. നെയിം ആർട്ട് ചെയ്തപ്പോൾ അതിന് കുറേ വ്യൂസും കമൻറ്റും ഒക്കെ ഉണ്ട്. ചിലതിനൊന്നുമില്ല, ചിലതിനൊക്കെ നല്ല വ്യൂസും കമൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. കമൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ കമൻറ്റൊന്നും വരുന്നില്ല, എല്ലാം നിർത്തിയത്. നെയിം ആർട്ട് ഞാൻ നിർത്തി, കാരണം ഏത് എനിക്ക് വയ്യ, അതുകൊണ്ട് നിർത്തി. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ എൻ്റെ അമ്മ ഡയലോഗ് ചെയ്യും, പിന്നെ ഞാൻ ഡയലോഗൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വീഡിയോസാണ് ചെയ്തിട്ടുള്ളത്, ഇത്രയും. അപ്പോൾ ഇപ്പോൾ എനിക്ക് 37 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ വ്യൂവേഴ്സ് എത്ര മോറൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ വ്യൂവേഴ്സ് കാണുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് വ്യൂവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സ്റ്റോറി പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചൊന്ന് തുടങ്ങി. ആദ്യമേ അതായത് വേറെ ഒന്നുമില്ല, വെറുതെ ഒരു ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അന്ന് തുടങ്ങിയതാണ്. അപ്പം ഇവിടെ ക്ലാരിറ്റി ഇല്ല. അപ്പോൾ വെറുതെ ഒരു ചാനൽ തുടങ്ങാൻ വിചാരിച്ചൊന്ന് തുടങ്ങി. വ്യൂസ് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലും ഉണ്ടാവട്ടെ, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചൊന്ന് തുടങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് മടിയാണ് വീഡിയോ ചെയ്യാൻ. ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന വീഡിയോസാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ചെയ്തു. പക്ഷെ എഡിറ്റിംഗ് എനിക്ക് അത്ര വശമല്ലായിരുന്നു. എൻ്റെ വീഡിയോസ് ഇടുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ നമ്മൾ തന്നെ എടുക്കും. എൻ്റെ വീഡിയോ എല്ലാം ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും. എൻ്റെ അപ്ലോഡിങ് ഒക്കെ ഞാനാണ് ചെയ്യാറുള്ളത്. വേറെ ആരും ഹെൽപ്പിംഗ് ഇല്ല, ഞാൻ തന്നെ ചെയ്യും. പക്ഷെ കുഴപ്പമില്ല, ഇതൊക്കെ സിമ്പിളാണ്. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇൻഷോട്ടിൽ കൂടാണ്. അപ്പോൾ ഇൻഷോട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്പാണല്ലോ, അതിൽ കൂടാണ് ഞാൻ എല്ലാം എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അത്ര നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞുണ്ട്, എന്നാലും അറിയാവുന്ന പോലെയൊക്കെ എഡിറ്റ് ചെയ്യും. അങ്ങനെ ഓരോ വീഡിയോസ് ഇട്ടിട്ട് എനിക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സായി. ഒരുപാടൊന്നുമില്ല, അത് 37 സബ്സ്ക്രൈബേഴ്സ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു സ്റ്റോറിയാണിത്. തുടങ്ങി എന്തെങ്കിലും ആവട്ടെ, തുടങ്ങി കിട്ടുന്നത് കിട്ടട്ടെ എന്ന് വിചാരിച്ച് തുടങ്ങി. ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് തുടങ്ങുന്നുണ്ട്. ഞാനൊക്കെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എൻ്റെ അമ്മയാണ് കൂടുതൽ വീഡിയോസ് ഇടുന്നത്. ഞാൻ തുടങ്ങി എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. അങ്ങനെയാണ്. എനിക്ക് വീഡിയോ ചെയ്യാൻ മടിയാണ്. അപ്പം എൻ്റെ കുഞ്ഞൊരു സ്റ്റോറിയാണിത്. അപ്പം ബാക്കി ഞാൻ ഫുൾ വീഡിയോ എപ്പോഴെങ്കിലും ഒക്കെ ഇടാം. ഒരു കുഞ്ഞു വീഡിയോ ഇട്ടാണ്. അപ്പോൾ